ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് വോളിയമൈസിങ്ങിന്റെ ക്ലാസ് ആണ്. ഇപ്പൊ നമ്മളൊരു പുറത്തു നിന്നൊരു മോഡലിനെ കൊണ്ടുവന്ന് ആ മോഡലിനാണ് പ്രാക്ടിക്കൽ സെക്ഷനിൽ ആ മോഡലിനെ ഇരുത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ തന്നെയാണ് സ്റ്റുഡൻസ് പഠിക്കുന്നതും. വോളിയമൈസിങ് നമ്മുടെ സിലബസിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു സബ്ജക്റ്റ് ആണ്. കാരണം ഒരുപാട് ക്ലയന്റ് നമ്മുടെ പാർലറിൽ വന്ന് നമ്മളോട് ചോദിക്കാറുണ്ട് വോളിയമൈസിങ് ചെയ്തു തരുമോ എന്നുള്ളത്. കാരണം തീരെ വോളിയം ഇല്ലാത്ത ആളുകൾക്ക് കുറച്ചൊരു വോളിയത്തിൽ കിട്ടാൻ വേണ്ടി വേറൊരു ഓപ്ഷൻ തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിൽ നിന്ന് നമുക്കത് ഒഴിവാക്കാൻ പറ്റുകയില്ല. അപ്പോൾ വോളിയമൈസിങ് ചെയ്ത് കഴിഞ്ഞ കുറച്ച് ആഫ്റ്റർ കെയർ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ഹെയർ, അതുപോലെ തന്നെ ഒരു ഡാമേജും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഹെയർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഒന്ന്, വോളിയമൈസിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട്, അതായത് 1 മന്ത് നമ്മളൊരു സ്പാ ചെയ്യുക. 1 മന്ത് നമുക്ക് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടെ ഒരു 2 മന്ത് കൂടുന്ന സമയത്ത് ഒരു സ്പാ നിർബന്ധമായിട്ടും ചെയ്യാൻ വേണ്ടി പറയുക. പിന്നെ സിറം യൂസ് ചെയ്യുക, ഹെയറിന് സിറം യൂസ് ചെയ്യുക. പിന്നെ ഒരു മാസ്ക്, നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു വോളിയമൈസിങ് ചെയ്ത ഹെയർ ഒരു 1 ഇയർ വരെ നമുക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് ഹെയറിനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുകൾക്കായിട്ട് നമ്മളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.